ഇതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വിശുദ്ധ വാരത്തിലെ വ്യാഴാഴ്ചയെ നാം മൗണ്ടി തേഴ്സ്ഡേ എന്നാണ് വിളിക്കുന്നത്. ഈ പദം ലാറ്റിൻ പദമായ മാൻഡേറ്റം എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം കൽപ്പന എന്നാണ്, കമാൻഡ്മെന്റ്. യേശുവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈ കൽപ്പന പ്രകടമാക്കി. ഈ ദിവസം സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രമേയത്തിന് ഊന്നൽ നൽകുകയും ചെയ്തു. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പ്രതീകങ്ങൾ യേശു ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തതുപോലെ തൻ്റെ വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ പ്രത്യേക ദിവസത്തെ മറ്റൊരു വിഷയമാണ്. മുകളിലെ മുറിയിൽ നടന്ന കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ സ്ഥാപനമായിരുന്നു നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അന്ത്യ അത്താഴത്തെക്കുറിച്ച് പരാമർശിക്കാതെ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ കഥ മാത്രം ഇവിടെ മാറ്റി സ്ഥാപിക്കുകയാണ്. യോഹന്നാൻ സ്നേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ആഴത്തിലുള്ള പ്രതിഫലനം നൽകാൻ ആഗ്രഹിച്ചതുകൊണ്ടാകാം ഇപ്രകാരം എഴുതിയത്. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ തറയിൽ മുട്ടുകുത്തി നിന്ന് പൊടിപിടിച്ച അവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് യേശു എല്ലാ അംഗീകൃത മത പ്രോട്ടോക്കോളും തലതിരിക്കുകയാണ്. യേശു ചെയ്തിരുന്നത് ഒരു അടിമ ചെയ്യുന്ന ജോലിയല്ല, ഒരു പദവിയോ അവകാശമോ ഇല്ലാത്തവൻ സാധാരണ ചെയ്യുന്ന ഒരു നിസ്സാരമായ സേവനമായിരുന്നു. നിങ്ങളുടെ അയൽക്കാരൻ്റെ സ്നേഹനിർഭരമായ സേവനത്തിൽ മഹത്വം കാണുന്നതിൻ്റെ ആശയകരമായ ഒരു ചിത്രമാണ് ഈ കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ എഴുതുന്നു, കൃപയും സത്യവും നിറഞ്ഞ ജഡമായി വചനത്തിൽ അവൻ്റെ മഹത്വത്തെ ഞങ്ങൾ കണ്ടു. യേശുവിൽ ദൈവത്തിൻ്റെ മഹത്വവും സ്നേഹനിർഭരമായ ദയയും അത്ഭുതകരമായി സംയോജിപ്പിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിലൊന്നാണ്. ഇവിടെ അവരുടെ കർത്താവും യജമാനനുമായ യേശു പിടിക്കപ്പെടുന്നതിൻ്റെ രാത്രിയിൽ അവരുടെ കാൽക്കൽ മുട്ടുകുത്തി നിൽക്കുന്നു. ലോകമെമ്പാടുമുള്ള പല ദേവാലയങ്ങളിലും ഇന്ന് പരമ്പരാഗതമായി കാലുകഴുകൽ നടക്കുന്നുണ്ട്. ഇത് പ്രതീകമായി നിലനിൽക്കുന്നു. ഇത് കേവലം കരുതലുള്ള സേവന പ്രവർത്തനങ്ങളിൽ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു ആഹ്വാനം മാത്രമല്ല, മറിച്ച് ആഴമേറിയ ഒരു സത്യത്തെ കൂടെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരെ സേവിക്കുന്നതിന് മുമ്പ് നമുക്ക് യേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ സ്നേഹത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കേണ്ടതുണ്ട്. ഞങ്ങൾ സ്നേഹിക്കുന്നു, യോഹന്നാൻ എഴുതുന്നു, കാരണം അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുള്ളൂ. തന്നെ കണ്ടുമുട്ടിയ എല്ലാവരോടും ഓരോരുത്തരും അവരുടെ സ്വർഗസ്ഥനായ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നുവെന്ന് യേശു തെളിയിച്ചു. ഈ കാൽ കഴുകി മണിക്കൂറുകൾക്കുള്ളിൽ ഈ സ്നേഹത്തിൻ്റെ അവസാന തെളിവിന് ശിഷ്യന്മാർ സാക്ഷ്യം വഹിക്കണം, അതായത് കുരിശിലെ മരണം. പാദങ്ങൾ കഴുകിയ ശേഷം യേശു അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആഴമേറിയ സത്യം നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മെ അംഗീകരിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അത് പരസ്പര മൂല്യം കാണുന്നതിന് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നു. സേവനത്തിലും സൗഹൃദത്തിലും ഉദാരമായ ഹൃദയസ്നേഹത്തിലും പരസ്പരം എത്തിച്ചേരുവാൻ ഇത് നമ്മെ സ്വതന്ത്രരാക്കുന്നു. നമ്മുടെ സങ്കല്പത്തിനോ മനസ്സിലാക്കലിനോ അതീതമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും യേശുവിൻ്റെ മരണത്തിലൂടെ നമ്മെ തന്നിലേക്ക് യോജിപ്പിക്കുവാൻ എത്രത്തോളം ദൈവം ശ്രമിക്കുന്നു എന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.